ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം. തിരുവസ്തുര്യനായ ഈശോയെ, ഈ പ്രഭാത ആരാധനയിൽ ഇന്നീ ദിനം വിവിധ നിയോഗങ്ങളുമായി പങ്കുചേർന്ന് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയും ഇവിടെ നിയോഗങ്ങളെല്ലാം ദൈവമേ കാഴ്ചവെക്കുക. എല്ലാ നിയോഗങ്ങളെയും കർത്താവിൻ്റെ അനുഗ്രഹമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. എല്ലാ നിയോഗങ്ങളെയും അഭിഷേകമായി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ കണ്ണുനീര് അവിടുന്ന് ഒപ്പിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നീ ദിനമുണ്ടാകുന്ന സന്തോഷങ്ങളും ദുഃഖങ്ങളും എല്ലാം കർത്താവെ കാഴ്ചവെക്കുക. ഞങ്ങളെ ഈ ദിനമിന് അനുഗ്രഹമായി മാറ്റണമെന്ന് ആഗ്രഹിച്ച് നമുക്ക് ഇരുകരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ യേശുവേ എന്ന് സ്തുതിക്കാം. ഇന്നീ ദിനം അഭിഷേകത്തിന് വേണ്ടി ഈശോയെ പ്രത്യേകമായി സമർപ്പിക്കുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 14-ാം വചനത്തിന് അഭിഷേകത്തിന് വേണ്ടി. തിരുവചനം ഇപ്രകാരം പറയുന്നു: അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി. ദൈവീയ ആരാധനയും പങ്കുചേരുന്ന ഈ സമൂഹത്തിലെ എൻ്റെ ജീവിതത്തിലെ ഓരോ രോഗങ്ങളെയും കർത്താവെ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുക. അവിടുന്ന് എനിക്ക് ശാരീരികമായി സൗഖ്യം തരണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇന്നീ ദിവസം ഓപ്പറേഷൻ വിധേയരാകുന്നവരെ, ഗുരുതരാവസ്ഥയിൽ ആശുപത്രി കഴിയുന്ന വ്യക്തികൾ, ഇനി എന്തിനും രോഗസൗഖ്യത്തിന് വേണ്ടി വിവിധ ആശുപത്രികളിൽ പോകാൻ ആഗ്രഹിക്കുന്നവരെ, ഉദയമേ അവരെല്ലാം ഞങ്ങൾ കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബത്തിലുള്ള രോഗികളെ, പ്രത്യേകിച്ച് കിടപ്പ് രോഗികളെ കർത്താവെ കാഴ്ചവെക്കുക. മാരകമായ രോഗം ബാധിച്ചവരെ കാഴ്ചവെക്കുക. എല്ലാ രോഗങ്ങളിലേക്കും എല്ലാ രോഗപീഠയിലേക്കും യേശുവിൻ്റെ ശക്തി കടന്നു വരട്ടെ. ശാരീരികമായ എല്ലാ രോഗങ്ങളും യേശുനാമത്തിൽ വിട്ടുപോകാൻ വേണ്ടി കർത്താവെ എനിക്ക് ശാരീരികമായി സൗഖ്യം നൽകണമേ എന്ന് ആഗ്രഹിച്ച് ഇരുകരം ഉയർത്തി നമുക്ക് സ്തുതിക്കാം. യേശുവേ എന്ന് സ്തുതിക്കാം. ഈ സമയം ഈശോ തരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുകയാണ്. സാധിക്കുന്നവരെ മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോ തരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. യേശുവേ 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 യേശുവേ
അമ്മയോടൊന്നാ. ഞാൻ ജോസ്മി തൊടുപുഴയിൽ നിന്ന് വരുന്നു. ഏഴുമുട്ടം താബോർ ധ്യാന കേന്ദ്രത്തിൽ താമസിച്ചുള്ള ആന്തരിക സൗഖ്യം ധ്യാനം കൂടിയപ്പോൾ എനിക്ക് ലഭിച്ച പ്രധാനപ്പെട്ട 3 അനുഗ്രഹങ്ങളാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു നേഴ്സായ ഞാൻ 3 വർഷമായി വിദേശ ജോലിക്ക് ശ്രമിക്കുന്നു. താബോർ മാതാവിൻ്റെ അനുഗ്രഹത്താൽ OET ക്ലിയർ ചെയ്തുവെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള നേഴ്സുമാരുടെ ഇൻടേക്ക് കുറവായതിനാൽ ഇൻ്റർവ്യൂസ് ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഈ സമയം ഞാൻ താബോറിൽ 2025 മാർച്ച് 2 മുതൽ 7 വരെ ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പ്രാർത്ഥിച്ചു. ധ്യാന അവസരത്തിൽ ബഹുമാനപ്പെട്ട ജോർജി പള്ളിക്കുന്നേൽ അച്ഛനോട് എനിക്ക് വിദേശ ജോലി ലഭിക്കുന്നതിനും എൻ്റെ ശരീരഭാരം കൂടുന്നതിനുമായി പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ജോർജി അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് 90 ദിവസം ജപമാല ചൊല്ലി വെഞ്ചിച്ച വെള്ളം കുടിക്കുവാനും 8 മുതൽ 13 മാസത്തിനുള്ളിൽ വിദേശത്ത് പോകുമെന്നും 6 മാസം കഴിയുമ്പോൾ ശരീരഭാരം വർദ്ധിക്കുമെന്നും സാക്ഷ്യം പറയണമെന്നും പറഞ്ഞു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. ഇതിനിടെ എൻ്റെ നേഴ്സിംഗ് രജിസ്ട്രേഷൻ എക്സ്പയർ ആവുകയും സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം റിന്യൂവൽ ചെയ്യാനും സാധിച്ചില്ല. എങ്കിലും ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. 8-ാം മാസമായപ്പോൾ ഒരു വേക്കൻസി കാണുകയും അതിനെ തുടർന്നുള്ള പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയും ഞാൻ പ്രാർത്ഥിച്ചതുപോലെ ക്രിസ്മസിന് മുമ്പ് എനിക്ക് ടിക്കറ്റും ലഭിച്ചു. ജനുവരി 10 ഞാൻ വിദേശത്ത് പോകുന്നു. ജോർജ് അച്ഛൻ പറഞ്ഞതുപോലെ 6 മാസമായപ്പോൾ എൻ്റെ ശരീരഭാരം വർദ്ധിക്കുകയും 4 മാസം കൊണ്ട് 7 കിലോഗ്രാം വരെ വർദ്ധിച്ചു. ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. 2ാമത്തെ സാക്ഷ്യം, വീണ്ടും എനിക്ക് താബോറി ആന്തരിക സൗഖ്യ ധ്യാനം കൂടി പ്രാർത്ഥിക്കുവാൻ അവസരം ലഭിച്ചു. ധ്യാനാവസരത്തിൽ രോഗികൾക്ക് വേണ്ടി ആരാധനയുടെ സമയത്ത് പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മുടികൊഴിച്ചിൽ മാറാൻ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയത്ത് ബഹുമാനപ്പെട്ട ജോർജ് അച്ഛൻ ആരാധനയിൽ 21 പേരുടെ മുടികൊഴിച്ചിൽ കുറയുന്നുവെന്നും 3 ദിവസത്തിനുള്ളിൽ അത് അനുഭവവേദ്യമാകും എന്ന ദൈവിക സന്ദേശം തന്നു. ഞാൻ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അതിലൊരാൾ ഞാനായിരുന്നു. ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന താബോർ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. ഈ ദിനം ഈശോയോടൊപ്പം ഈശോയോടൊപ്പം